നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അപ്പോൾ യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനായി തീരുക. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഒരുപോലെ വിവരിക്കുന്ന ഈ സംഭവം വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്തൻ യേശു മനസ്സലിഞ്ഞ് അവനെ തൊട്ടു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ബലഹീനരിൽ മനസ്സലിയുന്ന ഒരു സ്വർഗീയ പിതാവിൻ്റെ ചിത്രം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതേ സംഭവം തന്നെ മുടിയൻ പുത്രൻ്റെ കഥ വിവരിക്കുമ്പോഴും മകൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന പിതാവ്. വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് തൻ്റെ മകനെ കെട്ടിപ്പിടിക്കുന്ന പിതാവ്. ഇവിടെയും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുന്നു. ശാരീരികമായ വേദന അനുഭവിക്കുന്ന അവൻ ഓരോ ദിവസവും അവൻ്റെ കോശങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശു തമ്പുരാൻ നേരിട്ട് അവനെ സ്പർശിച്ച് അവനെ ചേർത്ത് പിടിക്കുന്നു. നിരപരാധിയായിരുന്നിട്ട് പോലും ആരുടെയും സംസർഗം ലഭിക്കാത്ത, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവന് ആരൊക്കെയോ ഉണ്ട് എന്ന ഉറപ്പ് തമ്പുരാൻ കൊടുക്കുന്നു. ഇന്നും ഇതുതന്നെയല്ലയോ നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നത്? ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ഒന്ന് കരുതുവാൻ ആരുമില്ല എന്ന ചിന്തയിൽ എത്രയോ പേർ ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നു. അതുവരെ ആ സമൂഹത്തിൽ നിലനിന്ന സാമൂഹികവും മതപരവുമായ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ആ കുഷ്ഠരോഗിയെ സ്പർശിച്ച് അയാളുടെ വ്യക്തിത്വത്തെ വീണ്ടെടുക്കുന്ന കർത്താവ്. സമൂഹത്തിൽ പല കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ആശ്വാസം നൽകുവാൻ ഈ പരിശുദ്ധ നോമ്പിലൂടെ നമുക്ക് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സമൂഹത്തിൽ, കുടുംബങ്ങളിൽ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച്, മകനെ, മകളെ, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് കരുണയുടെ കരം നീട്ടുവാൻ ഞങ്ങൾക്കിടയാകണമേ. ആമീൻ.